pH ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. പാരമ്പര്യമായിട്ട് നമ്മൾ കുമ്മായമാണ് ഈ pH-നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതായത് കടലിൽ നിന്ന് എടുക്കുന്ന കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന കക്കയെ നീറ്റി നമ്മൾ കാൽസ്യം ഓക്സൈഡ് ആക്കും. അതിൽ വെള്ളം ചേർത്ത് ചുണ്ണാമ്പാക്കി മാറ്റും. അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഒരു മണ്ണിലേക്ക് ചെന്നാൽ അവിടുത്തെ pH പെട്ടെന്ന് തന്നെ 8, 9 എന്ന് ഉയർന്നു വരും. പക്ഷേ ഒരു 45 ദിവസം കഴിഞ്ഞാൽ ഈ pH വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരികെ വന്ന് എത്രയായിരുന്നോ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ആ pH-ലേക്ക് തിരികെ എത്തും. ഈ pH 45 ദിവസമേ നിലനിൽക്കും എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ കുഴപ്പം, ആ മണ്ണിലുണ്ടായിരുന്ന മുഴുവൻ സൂക്ഷ്മജീവികളെയും ഈ കുമ്മായം നശിപ്പിച്ചു കളയും. അത് മാത്രമല്ല, ആ മണ്ണിലുള്ള വളത്തിനെ കൂടെ ന്യൂട്രലാക്കി കളയും. പണ്ടുള്ളവരൊക്കെ കെടുവളം കളയാൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു കുമ്മായം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു കുമ്മായ പ്രയോഗം ഒരു സ്ഥലത്ത് നടത്തി കഴിഞ്ഞാൽ ഒരു 10-20 ദിവസം കഴിയാതെ അവിടെ വേറെ വളം ഇടാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ചിലപ്പോൾ കാലാവസ്ഥ മാറും, വളപ്രയോഗം നടക്കില്ല, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ജൈവ കൃഷി നമ്മളോട് പഠിപ്പിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് മണ്ണിൽ കൊടുക്കണം എന്നാണ്. കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് എടുക്കുന്ന കക്കയെ അതേപടി നീറ്റാതെ കൃഷി ചെയ്തെടുക്കണം. കൃഷി ചെയ്തെടുത്ത് ഇതിന്റെ കൂടെ മഗ്നീഷ്യവും മറ്റു സൂക്ഷ്മ മൂലകങ്ങളൂടെ ചേർക്കണം. അപ്പൊ ഈ കാൽസ്യം കാർബണേറ്റിന്റെ പ്രത്യേകത, ഇതിനകത്തേക്ക് നമ്മൾ ഒരു കുറച്ച് വെള്ളം കുമ്മായത്തിലേക്ക് ഒഴിക്കുന്ന പോലെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പൊടിയില്ല. പക്ഷെ ഒരു നാരങ്ങ ഇതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പൊടിയുന്നതാണ്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു നാരങ്ങ അസിഡിക് ആണെന്ന്. അപ്പോൾ അസിഡിക് മീഡിയത്തിൽ ഇത് പതുക്കെ പൊടിയാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ മണ്ണിന്റെ pH കുറവാണ്. അപ്പൊ നമ്മൾ ഈ pH ബൂസ്റ്റർ അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റിനെ ആ മണ്ണിലേക്ക് ഇടുമ്പോൾ മണ്ണിന്റെ pH 6 കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കാൽസ്യം തന്നെ പൊടിഞ്ഞ് മണ്ണിലേക്ക് ചേരുകയും പതിയെ ഈ കാൽസ്യം pH ഉയർത്തുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മണ്ണിന്റെ pH ഒരു 7-ലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനം നിൽക്കും. കാരണം മണ്ണ് ന്യൂട്രലായി. പിന്നെ ഈ pH ബൂസ്റ്റർ അതേപടി ആ മണ്ണിൽ കിടക്കും. എപ്പോഴാണോ മണ്ണിന്റെ pH വീണ്ടും മഴയോ അല്ലെങ്കിൽ വളപ്രയോഗം കാരണമോ വീണ്ടും കുറയുന്നത്, അപ്പൊ വീണ്ടും ഇത് പൊടിയാൻ തുടങ്ങും. ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ബാലൻസിങ് സിസ്റ്റത്തിൽ എപ്പോഴും pH കറക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കാൽസ്യം കാർബണേറ്റ് സഹായിക്കും. എത്ര കാലം ഇത് നിലനിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര കാലം നമുക്ക് കാൽസ്യം കാർബണേറ്റിന്റെ തരികള് മണ്ണിൽ കാണാൻ സാധിക്കുന്നുണ്ടോ അത്രയും കാലം ആ മണ്ണിന്റെ pH കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളാണ് കക്ക പൊടിച്ചു ചേർത്ത് അതിനകത്ത് മറ്റു സൂക്ഷ്മ മൂലകങ്ങളും കൂടെ കൊടുത്തിട്ട് pH ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഉൽപ്പന്നം കർഷകരിലേക്ക് കൊടുത്തത്. ഇതൊരു ഭയങ്കര റെവല്യൂഷനാണ്. ഇന്ത്യയില് എന്തോരം കൃഷിസ്ഥലമുണ്ടോ അത്രയുമാണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഇത് എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അസിഡിക് മീഡിയം ഉള്ള മണ്ണിലേക്ക് ഇത് തരികളായിട്ടും പൗഡറായിട്ടുമാണ് ഇതിനകത്ത് തന്നെ വരിക. അതിനകത്ത് തീർത്തും പൗഡറായിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് വളരെ പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് പൊടിഞ്ഞു ചേരുകയും pH ഉയർത്തുകയും ചെയ്യും. ഇതിനകത്ത് തരികളായിട്ടുള്ളത് കാലാകാലം ആ മണ്ണിൽ കിടന്ന് 1 വർഷക്കാലത്തോളം ആ മണ്ണിന്റെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 1 വർഷക്കാലത്തോളം നമുക്ക് മണ്ണിന്റെ pH സ്ഥായിയായിട്ട് നിലനിർത്താൻ നമ്മുടെ pH ബൂസ്റ്റർ കൊണ്ട് സാധിക്കും. അത് മാത്രമല്ല ഇതിന്റെ പ്രയോജനം, ഇത് മണ്ണിലെ ഒരു സൂക്ഷ്മജീവികളെയും നശിപ്പിക്കത്തുമില്ല, ഇതിന് ചൂടില്ല, ഏത് വളത്തിന്റെ കൂടെ വേണമെങ്കിലും മിക്സ് ചെയ്ത് വേണേലും ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ 45 ദിവസം മാത്രമാണ് കുമ്മായ പ്രയോഗം കൊണ്ട് കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നതെങ്കിൽ 1 വർഷക്കാലത്തോളം pH ബൂസ്റ്ററിന്റെ ഉപയോഗം കൊണ്ട് കർഷകർക്ക് പ്രയോജനം കിട്ടും. 1 ഏക്കർ സ്ഥലത്തേക്ക് 350 കിലോയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. കാരണം ഇതിന് വിളയുമായിട്ട് ബന്ധമില്ല, മണ്ണിന്റെ pH ആണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. 1 ഏക്കർ സ്ഥലത്ത് 350 കിലോ തൊട്ട് 500 കിലോ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് നമുക്ക് കർഷകർക്ക് 1400 രൂപയ്ക്ക് 50 കിലോയുടെ ഒരു ചാക്ക് കർഷകർക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ 1 കിലോ പാക്കറ്റുകൾ നമുക്ക് സമീപഭാവി തന്നെ ലോഞ്ചിങ് ഉണ്ട്. അത് ഒരുപാട് താമസമില്ലാതെ ഓഗസ്റ്റ് 15 കൂടി നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് 50 കിലോ ബാഗുകളാണ് കർഷകർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. കാരണം 1 ഏക്കർ സ്ഥലത്തേക്ക് നമുക്കൊരു 350 കിലോ വരെ കർഷകർക്ക് ഇത് കൊടുക്കാൻ പറ്റും. കുമ്മായി ഇടുമ്പോൾ പിറ്റേ ദിവസം pH കൂടുമെങ്കിൽ നമ്മുടെ pH ബൂസ്റ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20-25 ദിവസം കൊണ്ടായിരിക്കും pH ഒരു 6.5-7 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുക. പക്ഷെ കുമ്മായം 45 ദിവസം കൊണ്ട് വീണ്ടും പഴയ അവസ്ഥയിൽ വരുമ്പോൾ pH ബൂസ്റ്റർ 1 വർഷക്കാലത്തോളം ആ മണ്ണിന്റെ pH കൃത്യമായിട്ട് നിലനിർത്തുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാ കർഷകരിലേക്കും എത്തിച്ചു കൊടുക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. തെങ്ങിനാണെങ്കിലും കവുങ്ങിനാണെങ്കിലും നെല്ലിനാണെങ്കിലും ഏത് പ്രൊഡക്റ്റിനാണെങ്കിലും ഏത് വിളയ്ക്കാണെങ്കിലും
pH നമ്മൾ ഒരു 6.5ലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ ബാക്കി പ്രോസസ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ 100% റിസൾട്ട് വരുള്ളൂ.